നമസ്കാരം. ദ പാത്ത് ഇസ് എ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കും. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ. കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ ഭയം എന്നുള്ള അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. നമ്മുടെ ബ്രെയിൻ കൂടി ആ തരത്തിലാണ് വയർ ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് ഞാൻ എവിടെ വായിച്ചു. നമ്മുടെ ഇപ്പോഴത്തെ ഈ ക്രിയേഷനെ സംരക്ഷിക്കുക. തലച്ചോറിൻ്റെ ലെഫ്റ്റ് ഹെമിസ്ഫിയറെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. ആ സൂപ്പർ കോൺഷ്യസ് സ്ഥലത്തു നിന്നുള്ള ഫ്ലോ ഈ ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കാം എന്ന് ലെഫ്റ്റ് ഹെമിസ്ഫിയറാണ് നമുക്ക് വഴി കാണിച്ചു തരുന്നത്. ഡോക്ടർ ജീൻ ബോൾ ടൈലറിൻ്റെ മൈ സ്ട്രോക്ക് ഓഫ് ഇൻസൈറ്റ് എന്നുള്ളൊരു പുസ്തകമുണ്ട്. അവരൊരു ടെഡ് ടോക്കും നടത്തിയിട്ടുണ്ട്. എല്ലാവരും അത് കേട്ടാൽ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആ പൂർണ്ണ സ്നേഹത്തെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് ജീവിക്കണം എന്നുള്ള ഒരു പഠനം. അതങ്ങനെ മുഴുവനായിട്ട് കൊടുക്കാൻ സാധിക്കില്ല. എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുമോ എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വയർ ചെയ്തിരിക്കണം. അത് നമ്മുടെ ജീവിതം സംരക്ഷിക്കണം, എൻ്റെ ശരീരം സംരക്ഷിക്കണം, ശരീരമാദ്യം ഖലു ധർമ്മസാധനം, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ വയർ ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ തരത്തിലൊരു പ്രൊട്ടക്റ്റീവായിട്ടുള്ളൊരു സ്വഭാവം നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ട്. ഈ ഭയമാണ് അതിൻ്റെ കാരണം. അടിസ്ഥാനപരമായുള്ള കാരണം ഭയമാണ്. ഞാൻ സെപ്പറേറ്റ് ആണ് ഈ ലോകത്തിൽ നിന്ന്. എൻ്റെ ഫാമിലി ഈ ലോകത്ത് സെപ്പറേറ്റ് ആണ്. ഞാനും ഈ ഫാമിലിയിൽ സെപ്പറേറ്റ് ആണ്. എനിക്ക് എൻ്റേതായ സ്പേസ് വേണം. ഭർത്താവും ഭാര്യയും സെപ്പറേറ്റ് ആണ്. കുട്ടികൾ സെപ്പറേറ്റ് ആയിട്ടുള്ള എൻറ്റിറ്റിയാണ്. ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ വയർ ചെയ്യപ്പെട്ടിരിക്കുന്നു. അവസാനം എന്തെങ്കിലും പ്രശ്നം വരണേ ആദ്യം ഞാൻ എന്നെ സംരക്ഷിക്കും. അപ്പോൾ നാച്ചുറലി നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ് അങ്ങനെ ആയിട്ട് മാറിയിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ഈ തരത്തിലുള്ള ഭയം പ്രതിരോധിക്കാനുള്ള ഒരു മെക്കാനിസവും നമ്മുടെ ബോഡിയിലുണ്ട്. നമ്മുടെ ബോഡി എപ്പോഴും നല്ല രീതിയിൽ പ്രകടമാവുന്നത് നമ്മൾ ആ ഫ്ലോ അനുവദിക്കുമ്പോഴാണ്. നമ്മുടെ പോസിറ്റീവ് ഹോർമോൺസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്സിറ്റോസിൻ, ഡോപ്പമിൻ, മെലറ്റോണിൻ, സെറട്ടോണിൻ, ഈ തരത്തിലുള്ള പോസിറ്റീവ് ഹോർമോൺസ് ഉണ്ട്. നമ്മൾ ആ ഫ്ലോ അനുവദിക്കുമ്പോൾ, നിസ്വാർത്ഥമായിട്ടുള്ള ജീവിതം ജീവിക്കുമ്പോൾ ഈ ഹോർമോൺസ് അധികമാകുന്നു. എൻഡോർഫിൻസ് ഉണ്ട്, വേദന കുറയ്ക്കുന്നു.
എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് വേദനകൾ അനുഭവിക്കുന്നില്ല. ഞാനുണ്ടെങ്കിൽ അവരറിയാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്സിറ്റോസിൻ, അമ്മ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഫീലാണ്. ഫ്ലോ അലൗ ചെയ്യുമ്പോൾ പോസിറ്റിവിറ്റി ഉണ്ടാക്കുന്നു. അതുപോലെയാണ് സെറട്ടോണിൻ, മെലട്ടോണിൻ, ഡോപ്പമിൻ, പോസിറ്റീവ് ഹോർമോൺസാണ്. ചിരിക്കുമ്പോൾ വർദ്ധിക്കുന്നതാണ്. നമ്മൾ ചിരിക്കുമ്പോൾ നമ്മൾ നൽകുകയാണ്, സന്തോഷം നൽകുകയാണ്. അപ്പോൾ ആ സന്തോഷം നൽകുമ്പോൾ നമ്മുടെ ഉള്ളിൽ പോസിറ്റിവിറ്റി വരും. ഇപ്പോൾ എക്സാമിനൊക്കെ പോകുമ്പോൾ ചോക്ലേറ്റ് കഴിച്ചാൽ സെറട്ടോണിൻ കൂടും, അതുകൊണ്ട് പോസിറ്റിവിറ്റി കൂടും എന്ന് ഞാൻ അവിടെ വായിച്ചിട്ടുണ്ട്. അതിനേക്കാളും എളുപ്പമല്ലേ സന്തോഷമായിട്ടിരിക്കുക. ഇപ്പോൾ സന്തോഷമായിട്ട് ഇരിക്കുന്ന ഒരു സ്റ്റേറ്റിൽ കമ്പാഷൻ ഉണ്ടാവും, നൽകാനുള്ള കഴിവുണ്ടാവും. തിരിച്ചും കമ്പാഷനേറ്റ് ആയിട്ട് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കമ്പാഷൻ എന്ന് പറയുമ്പോൾ ആ ലവ് ഇൻ ആക്ഷനാണ്. ലവ് നൽകപ്പെടുകയാണ്, കൊടുക്കപ്പെടുകയാണ്. നമ്മുടെ ശരീരം നോക്കിയാൽ തന്നെ അറിയാം, എല്ലാം ഒരു ഫ്ലോ ആണ്. ബ്ലഡ് ഫ്ലോ ചെയ്യുന്നു, നർവ് ഇമ്പൾസസ് ഫ്ലോ ചെയ്യുന്നു. ഈ ഫ്ലോയിൽ എവിടെയെങ്കിലും തടസ്സം വരുമ്പോഴാണ് നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്നത്. മനസ്സിൻ്റെ ഫ്ലോ പിടിച്ചടക്കുമ്പോൾ അത് മെൻ്റൽ സ്ട്രെയിനായിട്ട് മാറും, സ്ട്രെസ്സായിട്ട് മാറും. കറണ്ടിൻ്റെ വയറുകൾ, കറണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള വയറുകളാണ്. ഓരോരോ സ്ഥലത്തേക്ക് അതിന് വേണ്ട കറണ്ട് എത്തിക്കുന്നു. ഒറിജിനലായിട്ട് കറണ്ട് എത്തിക്കാൻ പറ്റുന്നില്ല, കാരണം അതിന് റെസിസ്റ്റൻസ് ഉണ്ട് പല സ്ഥലത്തും. ഒറിജിനലായിട്ട് ഫ്ലോ ബ്ലോക്ക് ചെയ്യപ്പെടുകയാണ്. നമ്മൾക്കറിയാം എല്ലായിടത്തും ഒരേമാതിരി വെളിച്ചം നൽകാൻ പറ്റില്ല, പ്രകാശിക്കാൻ പറ്റില്ല. പക്ഷെ ഇതിൽ നിന്ന് വിപരീതമായിട്ട് നമ്മുടെ ബോഡി വയർ ചെയ്യപ്പെട്ടിരിക്കുന്നത് ശരിക്കും ആ ഒറിജിനൽ ഫ്ലോ അലൗ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എത്രത്തോളം നമ്മൾ അലൗ ചെയ്യുന്നു, നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും ആരോഗ്യവും വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഭയം ട്രാൻസെൻഡ് ചെയ്യുക, മറ്റുള്ളവരുടെ ഭയം ഇല്ലാണ്ടാക്കുക. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട 2 ഘടകങ്ങളാണ്. നമ്മൾ നൽകുക എന്ന് പറയുമ്പോൾ പൈസ നൽകുക, ഭക്ഷണം നൽകുക, സഹായം നൽകുക. അതിനേക്കാൾ ഉപരി ബുദ്ധിസം പറയുന്നത് ഭയമില്ലായ്മ നൽകുക എന്നുള്ളത്. ഫിയർലെസ് ആയിട്ടുള്ള ജീവിതം ജീവിക്കാനുള്ള ഒരു മനോഭാവം ലോകത്തിലേക്ക് കൈമാറുക. അതെങ്ങനെ കൈമാറുക? നമ്മളാദ്യം ഭയമില്ലാത്ത ഒരു ജീവിതം ജീവിക്കണം. മഹാത്മാഗാന്ധിജി അഹിംസാ സിദ്ധാന്തത്തിലൂടെ ഇതാണ് പഠിപ്പിച്ചത്. ഭയമില്ലാണ്ടാവും. നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ വന്നാലും കമ്പാഷൻ ഇല്ലാണ്ടേ ആവരുത്. ഒരു കഥ വായിക്കണ്ടേ, ഒരു ബുദ്ധിസ്റ്റ്, അതല്ല നടന്ന സംഭവമാണ്. ബുദ്ധിസ്റ്റ് ഒരു മോങ്കിനെ തുറങ്കല്ലടിച്ചു ചൈനീസ് സർക്കാർ, വളരെ പീഡിപ്പിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിനുള്ളൊരു ഭയമാണ്, അത് നഷ്ടപ്പെട്ടു പോകരുതേ. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ജീവൻ നഷ്ടപ്പെട്ടു പോകരുതേ എന്നുള്ള. ജീവൻ നഷ്ടപ്പെട്ടു പോകരുതെന്നല്ല, എൻ്റെ കമ്പാഷനേറ്റഡ് ആറ്റിറ്റ്യൂഡ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത്. നെൽസൺ മണ്ടേല 27 കൊല്ലം ജയിലിൽ കിടന്നിട്ടും കമ്പാഷൻ വർദ്ധിക്കുകയാണ് ചെയ്തത്. വേറൊരു മഹത് വ്യക്തിയുടെ പേര് കേട്ടു, ഹിൽട്ടൺ. അദ്ദേഹം ഈ പറഞ്ഞ മാതിരി 10-27 കൊല്ലം ചെയ്യാത്തൊരു കുറ്റത്തിന് വേണ്ടിയിട്ട് ജയിലിൽ കിടന്നു. ചെറിയൊരു മുറിയിൽ സോളിറ്ററി കൺഫൈൻമെൻറ്റ്. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും കമ്പാഷൻ അദ്ദേഹത്തിന് വർദ്ധിച്ചിട്ടുണ്ട്. ആൾ വളരെ ഹാപ്പി ആയിരുന്നു. അദ്ദേഹത്തിന് മുമ്പിലൂടെ 19 പേര് തൂക്കുകല്ലിലേക്ക് ഹാങ്ങിങ്ങിന് പോകുന്നത് അദ്ദേഹം കണ്ടു ജയിലിൽ നിന്ന്. അവരെ മോട്ടിവേറ്റ് ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഭയമില്ലാണ്ട് ചെയ്തു. അപ്പോൾ ഈ കമ്പാഷനേറ്റ് ആറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തിൽ വളർത്താം, ഏത് മേഖലയിലായാലും. എപ്പോഴും നമുക്ക് ഭയമില്ലായ്മ നൽകാൻ ആവും. അതെങ്ങനെയാണ്? ഞാൻ ഭയമില്ലാണ്ടാവും. എൻ്റെ അടിസ്ഥാനപരമായിട്ട് കണക്ഷൻ ആ ഒറിജിനൽ ഫ്ലോ ആയിട്ടാണെങ്കിൽ ഭയമില്ലാണ്ട് നാച്ചുറലാവും. കാരണം ഞാൻ ഇല്ലാതെ ആവില്ല. എനിക്ക് എവിടെ ഒന്നും കാണിക്കേണ്ട കാര്യമില്ല, ഒന്നും പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. ഞാൻ എന്താണോ അതാണ്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഫൗണ്ടേഷൻ അങ്ങോട്ട് നീങ്ങുമ്പോൾ നമ്മൾ ഭയമില്ലാത്ത നേച്ചർ സ്വായത്തമാക്കുന്നു, ഭയമില്ലായ്മ ലോകത്തിൽ കൊണ്ടുവരുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ ശ്രീരാമൻ ഞാൻ അഭയം നൽകുന്നു, ഭഗവാൻ ശ്രീകൃഷ്ണൻ ഞാൻ അഭയം നൽകുന്നു. ഭയം ഉണ്ടെങ്കിൽ അവിടെ സ്പിരിച്വാലിറ്റി ഇല്ല എന്ന് ചാർജി മഹാരാജൊക്കെ പറയുന്നത്. പെർഫെക്റ്റ് ലവ് കാസ്റ്റത്ത് ഫിയർ എന്നാണ് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞത്. പെർഫെക്റ്റ് ലവിൻ്റെ ഫ്ലോ ആണ് ശരിക്കും കമ്പാഷൻ. അതിങ്ങനെ വർദ്ധിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ അതൊരു നോർമൽ പാറ്റേൺ ആയിട്ട് മാറണം. ഇപ്പോൾ ഹൈലി ഇവോൾവ് ബീയിങ്സിനെ കുറിച്ചിട്ട് കോൺവെർസേഷൻ വിത്ത് ഗോഡിൽ പറയുന്നുണ്ട്. അവർ എപ്പോഴും ലവിങ് ആണ്. അപ്പോൾ ആർക്കെങ്കിലും എന്നെ വധിക്കണമെന്നുണ്ടെങ്കിൽ വധിക്കാൻ നിന്ന് കൊടുക്കുന്നു എന്നാണ്. വധിച്ചു കഴിഞ്ഞാലും ഞാൻ മരിക്കില്ല. ഇവിടുന്ന് ശരീരം ഇല്ലാണ്ട് അത് വേറെ എവിടെയും പ്രത്യക്ഷപ്പെടാം, എനിക്ക് ധൈര്യമുണ്ട്, ഞാൻ മരിക്കില്ല. കാരണം അത്രയും കണക്റ്റഡാണ് ഇന്നർ സ്ട്രെങ്ത് ആയിട്ട്. ഈ ശരീരം ക്രിയേറ്റ് ചെയ്യാനും ഡിസ്ട്രോയ് ചെയ്യാനും എനിക്ക് തന്നെ സാധിക്കും. ഞാൻ ഡ്രസ്സ് അഴിച്ചിട്ട് ഇടുന്ന പോലെ ആണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്.
ഇത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാലോ, ഒരു ഡ്രസ്സ് അയച്ചു വേറെ ഡ്രസ്സ് ഇടുന്നു. അപ്പോൾ നമുക്ക് ഈ ഡ്രസ്സ് പോകുന്നതിന് ഭയമില്ലാണ്ടേ വന്നു. ആ ഭയമില്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാര്യം ചെയ്യുമ്പോഴും സ്നേഹത്തോടെ ചെയ്യാൻ സാധിക്കും, കമ്പാഷനോടെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഹാർട്ട്ഫുൾനെസ് പഠിപ്പിക്കുന്നത്. നമ്മൾ ഹാർട്ട്ഫുൾനെസ് നമ്മളിന്ന് ആദ്യം റിമൂവ് ചെയ്യുന്നത് ഭയമാണ്, ഫിയർ ഓഫ് ഡെത്ത്. അതാണ് ഏറ്റവും വലിയ ഭയം. റെഗുലർ ധ്യാനത്തിലൂടെ നമ്മൾ ആ ദിവ്യതയുമായിട്ട് നമ്മുടെ യഥാർത്ഥ നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുന്നു. അത് അവസാനം നമ്മുടെ നേച്ചറായിട്ട് മാറുന്നു, ഭയമില്ലാണ്ട് മാറുന്നു. ഭയം ഇല്ലാത്ത ഒരു ഫിയർലെസ് ആറ്റിറ്റ്യൂഡ് റേഡിയേറ്റ് ചെയ്യുന്ന വ്യക്തിത്വങ്ങളായിട്ട് നമ്മളിവിടെ മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ലോകം. ഭയമില്ലെങ്കിൽ പിന്നെ ബോർഡേഴ്സ് ആവശ്യമില്ല, പട്ടാളങ്ങൾ ആവശ്യമില്ല, സംരക്ഷണങ്ങൾ ആവശ്യമില്ല. അങ്ങനെ ഒരു ലോകത്തിലേക്ക് നമ്മളെല്ലാം ഉയരട്ടെ എന്നാണ് നമ്മുടെ രാഷ്ട്രകവി രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും ഈ ടോപ്പിക്ക് ഇൻട്രോസ്പെക്ഷനുള്ള ഒരു ചിന്ത നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.